ഹലോ, അസ്സലാമു അലൈക്കും. നമസ്കാരം. നിങ്ങൾ എന്നും കഴിക്കുന്ന ഭക്ഷണം കഴിച്ച് തന്നെ നിങ്ങളെ വെയിറ്റ് കുറയ്ക്കാൻ, ഫാറ്റ് കുറയ്ക്കാൻ പറ്റും. എങ്ങനെയാണെന്നല്ലേ? ഭക്ഷണത്തിൻ്റെ ക്വാണ്ടിറ്റി കുറയ്ക്കുക. ഭക്ഷണത്തിൻ്റെ ക്വാണ്ടിറ്റി കുറച്ചാൽ നിങ്ങൾക്ക് തീർച്ചയായും ഒരു പരിധി വരെ നിങ്ങൾക്ക് വെയിറ്റ് കുറയ്ക്കാൻ പറ്റും, ഫാറ്റ് കുറയ്ക്കാൻ പറ്റും. ബ്രേക്ക്ഫാസ്റ്റ് ഒരാൾ 5 ഇഡ്ഡലി കഴിക്കുന്നുണ്ടെങ്കിൽ അത് ക്വാണ്ടിറ്റി കുറയ്ക്കുക. നിങ്ങൾക്ക് ഒരു 2 ഇഡ്ഡലി കഴിച്ചാൽ ഒരു എഗ് വൈറ്റ് കൊടുക്കാൻ പറ്റും. പിന്നെ അത് കഴിഞ്ഞാൽ ഒരു 11 മണി 12 മണിക്ക് എന്തെങ്കിലും ഒരു ഗ്രീൻ ആപ്പിളോ അല്ലെങ്കിൽ ഒരു ബനാന അതേതെങ്കിലും കഴിക്കുക. ഉച്ചക്ക് ചോറിൻ്റെ അളവ് കുറയ്ക്കുക. എന്നിട്ട് അതിൽ ഉപ്പേരി, ബീട്രൂട്ട്, അതേപോലെ ബീൻസ് അല്ലെങ്കിൽ ക്യാരറ്റ് അങ്ങനെ എന്തെങ്കിലും ആഡ് ചെയ്യുക. ഒരു ഫിഷ് ഫ്രൈ, ഫിഷ് ചെയ്യണതും പൊരിച്ചത് ഒഴിവാക്കുക. ഒരു ബോയിൽ ചെയ്താണെങ്കിൽ ഏറ്റവും ബെസ്റ്റ്. ഒരു 4 മണി 5 മണി ടൈമിൽ നിങ്ങൾ സ്നാക്സ് എന്താണെന്ന് വെച്ചാൽ ഒരു ചായ കുടിക്കാം. ഡെയിലി ഒരു ചായ കുടിച്ച് വിചാരിച്ചാൽ ഒരിക്കലും തടി കൂടുക അല്ലെങ്കിൽ വെയിറ്റ് കൂടുക ഒന്നും ചെയ്യില്ല. അതുപോലെ ഡിന്നർ കഴിയണവും 7 മണി 7:30 ആ ടൈമിൽ കഴിക്കുക. ചോറ് ഒഴിവാക്കുക. ചിലർ സ്ഥിരമായിട്ട് ചോറ് കഴിക്കുന്നവർക്കാവും. ചോറ് ഒഴിവാക്കിയിട്ട് 2-3 ചപ്പാത്തി കഴിക്കുക. അതിൻ്റെ കൂടെ തന്നെ ചെറിയ പീസ് ഒരു ചിക്കൻ കഴിക്കാം, അതുപോലെ ഫിഷ് കഴിക്കാം. നൈറ്റിൽ എപ്പോഴും ഭക്ഷണം എപ്പോഴും നമ്മൾ കൺട്രോൾ ചെയ്യുക. കൂടുതൽ തടിയുള്ളവരാണെങ്കിൽ സലാഡാണ് ഏറ്റവും ബെസ്റ്റ്. ഒരു ഭക്ഷണം കഴിഞ്ഞ് 1 മണിക്കൂർ 2 മണിക്കൂറെങ്കിലും ജസ്റ്റ് ഇരിക്കുക അല്ലെങ്കിൽ നടക്കുക എന്താ ചെയ്യുക. ഈ ഭക്ഷണം കഴിച്ച ഉടനെ കിടന്നുണ്ടെങ്കിൽ ബോഡി വെയിറ്റ് കുറയും. മിനിമം ഒരു അരമണിക്കൂറെങ്കിലും ഡെയിലി ഒരാഴ്ചയിൽ ഒരു 6 ദിവസം വാക്കിംഗ് ചെയ്യാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആക്ടിവിറ്റി ഉണ്ടെങ്കിൽ അത് ചെയ്യാം, അല്ലെങ്കിൽ ജിമ്മിൽ പോവാം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഷുഗർ മാക്സിമം കുറയ്ക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഒരു ദിവസം ഒരു ചായ ഒന്നും കുഴപ്പമില്ല. അത് ചിലർ 3-4 ചായ കുടിക്കുന്നുണ്ട്. അത് മാക്സിമം ഒഴിവാക്കുക. അതേപോലെ കൂൾ ഡ്രിങ്ക്സ്, കോക്ക്, പെപ്സി അങ്ങനത്തെ ഐറ്റംസ്. അതേപോലെ കാർബോ ഉള്ള മാക്സിമം കാർബോഹൈഡ്രേറ്റ് കുറഞ്ഞ ഭക്ഷണം കഴിക്കുക. അപ്പോൾ ബോഡി വെയിറ്റ് കുറയും, ബോഡി ഫാറ്റ് കുറയും. ഫൈബർ ഫുഡ് കയറ്റുക. ഫൈബർ ഫുഡ് മാക്സിമം നമ്മളെ ഫുഡിൽ ആഡ് ചെയ്യുക. ഭക്ഷണം കഴിച്ചുകൊണ്ട് തടി കുറയ്ക്കുക, ഫാറ്റ് കുറയ്ക്കുക, ബോഡി വെയിറ്റ് കുറയ്ക്കുക. അപ്പം നമുക്ക് എനർജി ഉണ്ടാവും. ഭക്ഷണം കഴിക്കാതെ പട്ടിണി കിടന്നിട്ട് തടി കുറച്ചിട്ടുണ്ട്, വെയിറ്റ് കുറച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എനർജി ഉണ്ടാവില്ല, ഒന്നിനൊരു മൂഡ് ഉണ്ടാവില്ല. ഇത്രയൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഒരു 6 മാസം കൊണ്ട് നിങ്ങൾക്ക് ബോഡി വെയിറ്റ് കുറയാൻ പറ്റും, നിങ്ങളെ സ്റ്റൊമക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും, ബോഡി ഫാറ്റ് കുറയ്ക്കാൻ പറ്റും, എല്ലാം ചെയ്യും. ഓക്കെ, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തു. അപ്പോൾ തീർച്ചയായും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നല്ലൊരു വീഡിയോയുമായി ഇൻഷാ അല്ലാ. ബൈ.